ചേട്ടനെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇതാ നിന്റെ മൈക്കിൾ ജാക്സന്റെ ലേറ്റസ്റ്റ് ഹിറ്റ് കാസറ്റ്. എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് നിറയെ കിട്ടിയത്. പിടിച്ചോ. താങ്ക് യു ബ്രദർ. മമ്മി കാണണ്ട, കഥ അടച്ചേക്കാം. ഈ വാക്ക്മാൻ പറഞ്ഞിട്ടാ ഞാൻ വാങ്ങിച്ചാ. അത് മനസ്സിലായി. ഇത് വാങ്ങിക്കാനുള്ള രൂപ എഴുന്നിട്ടാ ചോദിച്ചത്. എന്റെ പോക്കറ്റ് മണിയിൽ നിന്ന് മിച്ചം വെച്ച് ഉണ്ടാക്കിയതാ. ഇവിടെ പാട്ട് വെച്ചൊന്നും കേൾക്കാൻ പാടില്ലെന്നല്ലേ മമ്മിയുടെ ഓർഡർ. അപ്പൊ പിന്നെ വാക്ക്മാനാവുമ്പോ സൗണ്ടും പുറത്തേക്കില്ല, പാട്ടും കേൾക്കാം. എപ്പടിയാ മരിയാ രവി? തള്ളതാ പറഞ്ഞ എന്റെ അമ്മോ. രവി എന്തൊരു വയറുവേദന. ബാക്കി പറഞ്ഞിട്ട് കഥ അടച്ചോണ്ട് ഇവിടെ എന്ത് ചെയ്യും? എന്ത് പറ്റും മോനെ? അവന് പെട്ടെന്നൊരു വയറുവേദന. ഞാൻ ചെക്കപ്പ് ചെയ്യായിരുന്നു. അയ്യോ എന്റെ മമ്മി എന്തൊരു വയറുവേദന. അല്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരാണെന്ന് പറഞ്ഞല്ലോ. മമ്മിക്ക് അറിഞ്ഞൂടെ? അയ്യോ പോക്കല്ല. ഇനി അൾസർ വന്നിട്ടാണോ? അല്ല മമ്മി, ഇവൻ അമിതമായ ഭക്ഷണം കഴിച്ചിട്ടാ. ഭക്ഷണം കുറച്ച് എല്ലാം മാറിക്കൊള്ളും. ആ എന്നാലേ ഇന്ന് മുതൽ നീ ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാ മതി. അയ്യോ മമ്മി ചതിക്കല്ലേ, ഞാൻ ഇവിടെ അഭിനയിച്ച. അല്ല ചേട്ടന് ഈ രോഗവിവരങ്ങളെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ ഞാൻ പരീക്ഷിച്ചു നോക്കിയല്ലേ. ആഹാ, ഈടെയായിട്ട് നിനക്ക് കളി അല്പം കൂടുന്നുണ്ട്. യെസ് മമ്മി. ഏ നോ മമ്മി. മമ്മി, ചേട്ടന്റെ മാരേജ് പ്രപ്പോസൽ എന്തായി? ആ കാര്യം വേണ്ടെന്ന് വെച്ചു. നല്ല പ്രപ്പോസൽ ആയിരുന്നു. ആ പെൺകുട്ടി ബാസ്കറ്റ്ബോൾ ചാമ്പ്യനാ. എന്താ അവള് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്? കുടുംബം നോക്കാൻ പറ്റിയൊരു പെണ്ണ് ഞാൻ ഇവിടെ ആവശ്യം, അല്ലാതെ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ അല്ല. അതെ കറക്റ്റ്. മമ്മി, മമ്മിക്ക് സെൻസറി ഇല്ലേ? ഉണ്ട്, ഞാൻ പോകാനിരുന്നു. മമ്മൂട്ടിയുടെ പടമാണോ മമ്മി? മമ്മി സെൻസർ ബോർഡ് ഒമ്പതാണ്ട് എന്തോന്നാ കാര്യം? അല്ലെങ്കിൽ ആരുടെയും പറഞ്ഞു എനിക്ക് ഒരു ചാൻസ് വാങ്ങിച്ചൂടെ? കയ്യടാ. എടാ, നീ നിന്റെ മുഖം കണ്ണാടി നോക്കാറില്ലേ? ഓ ചേട്ടനെ കളിയാക്കാനും വേണ്ട. ഒരു സമയം ഞാൻ ഒരു മമ്മൂട്ടിയാവും. പിന്നെ എന്നെ കാണുമെങ്കിൽ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യേണ്ടി വരും. ദൈവമേ, എവന്റെ കാര്യം പോക്ക് തന്നെ. ബ്രദറെ, ആ കഥ നടച്ചേ. വാ, ഉത്തരവ്. ആ പിന്നെ ഞാൻ സെൻസർ ഓഫീസിലേക്ക് പോവാണ്. അയ്യോ നേരമായി. ചെല്ലി. ഞാൻ സെൻസർ ഓഫീസിൽ പോകുന്ന ദിവസം നിങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം കാണാറുണ്ടല്ലോ. എന്റെ മുഖത്ത് എന്ത് സന്തോഷം കാണാനാ? ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മധുര പലഹാരങ്ങൾ കഴിക്കാം, കൂടുതൽ പഞ്ചസാരയിട്ട് ചായ കുടിക്കാം, ഇഷ്ടം പോലെ സിഗരറ്റ് വലിക്കാം. അതൊക്കെ ഓർത്തിട്ടുള്ള സന്തോഷമാണ്. അല്ല പത്മാവതി, ഇന്ന് ഏത് പടമാ കത്രി കൊണ്ട് ക്രൂശിക്കാൻ പോകുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി പാവം പ്രൊഡ്യൂസർമാര് പടമെടുക്കും. നിങ്ങൾ ഓഫീസർമാരിരുന്ന് അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, അവിടെ വെട്ട ഇവിടെ വെട്ട എന്ന് പറഞ്ഞ വെട്ടി വെട്ടി ഒരു പരിവമാക്കും. പത്മാവതി, നീയും കലയും നമ്മൾ എന്തുവാ ബന്ധം? നീ ജീവിതത്തിൽ മൊത്തം 3 പടമല്ലേ കണ്ടത്? വീരഘടോൽക്കജൻ, മായാബസർ, ഭക്തപൂജയില. ആ നീ വന്ന് സെൻസർ ബോർഡ് മെമ്പറും. കൊള്ളാം. മതി, വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. എന്താണ് നവദമ്പതിമാര് തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കം? വിക്രമം പിള്ളയോ, വരണം. നിങ്ങളുടെ ഈ ജീവിതം കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ശിവനെയും പാർവതിയാ. നാരിക്ക് 40 വട്ടം ഉടക്കുന്ന സ്വഭാവ പാർവതിയുടേത്. എന്നാലും അവര് തമ്മിലുള്ള ആത്മീയ ഐക്യമുണ്ടല്ലോ. അല്ല പിള്ളച്ചേട്ടാ, ഞാൻ എന്തെങ്കിലും പറയുന്നതിലാണോ കുറ്റം? ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നതൊക്കെ മറന്ന് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പത്മാവതി അമ്മയ്ക്ക് പാർവതി ആകാതിരിക്കാൻ പറ്റില്ലല്ലേ? വാരുതേ. പിള്ളച്ചേട്ടാ, നമ്മുടെ സുരേഷിന് ഒരു അലയൻസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? ഞാനത് മറന്നിട്ടില്ല. ഒരു പെണ്ണുണ്ട്, എന്റെ സ്നേഹിതന്റെ മകളാ. നല്ല തറവാട്ടുകാരാ. പെണ്ണ് കാണാനും കൊള്ളാം. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പെണ്ണിനെ പോയി കാണാം. അല്ല പത്മാവതി, നിനക്ക് പോവാൻ സമയം കഴിഞ്ഞില്ലേ? എന്നെ വിളിച്ചു തോന്നി. തോന്നിയതല്ല, വിളിച്ചതാണ്. പിള്ളച്ചേട്ടൻ ഒരു ചായ കൊണ്ടു കൊടുക്കൂ. അല്ല, A1 ടീ. ഒരു വിത്തൗട്ടും ഇടോ. ഞാൻ പോയി കഴിഞ്ഞാ പഞ്ചസാര, മധുരം, സിഗരറ്റും ഒക്കെ ചോദിക്കും. കൊടുത്തു പോയാൽ വിളിച്ചേട്ടാ, ഞാൻ വരട്ടെ. ഇന്നൊരു പടത്തിന് സെൻസറിങ് ഉണ്ട്. വേണ്ട
തനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. ഡോക്ടർമാർ പറയുന്നതൊക്കെ താൻ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാ പത്മാവതി തന്റെ മേലെ ഇത്രയും നിയന്ത്രണം വെച്ചിരിക്കുന്നത്. നമ്മളെ നന്മയ്ക്ക് വേണ്ടിയാ ഭാര്യമാരെ നമ്മുടെ മേലെ 144 കർഫ്യൂ ഒക്കെ ഏർപ്പെടുത്തുന്നത്. പത്മാവതി ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ടാ തന്റെ മക്കൾ 4 വഴിയാകാതെ ഒത്തൊരുമിച്ച് കഴിയുന്നത്. അതെനിക്കറിയാമോ. ആ പെണ്ണിനെ കാണാൻ എന്നാ പോകേണ്ടത്? താൻ പറഞ്ഞു എപ്പോ വേണമെങ്കിലും നമുക്ക് പോവാം. എന്താണോ പെണ്ണിന്റെ പേര്? ശ്രീദേവി. മഞ്ജു റെഡി ആയില്ലേ മോളെ? അവൾ എപ്പോഴേ റെഡി. മഞ്ജു ദാ വരുന്നു. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. വാ ഡാഡി, നമുക്ക് കാലത്ത് ഓരോണ്ട് റമ്മി കളിക്കാം. ഇപ്പൊ വേണോ മോളെ? ഇത് സൺഡേ അല്ലേ, വേറെ ജോലിയൊന്നുമില്ലല്ലോ. വാ ഡാഡി. ഓക്കേ. ആ ചേച്ചിയും വാ. അയ്യോ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഓ അതൊക്കെ പിന്നെ ചെയ്യാം. ചേച്ചി ഇരിക്കും. ഡാഡി ഇരിക്കും മോളെ. ഡാഡി ആ ഡാഡി കണ്ടോ മഞ്ജു കള്ളക്കളി കളിച്ചു. അത് പറ്റില്ല, റീഷഫിൾ ചെയ്യണം. ഇല്ല ഡാഡി, ഞാൻ കള്ളക്കളിയൊന്നും കളിച്ചിട്ടില്ല. പറ്റില്ല, റീഷഫിൾ ചെയ്യണം. അയ്യോ ഡാഡി, ഞാൻ കള്ളക്കളി കളിക്കില്ലെന്ന് ഡാഡിക്ക് അറിയില്ലേ? ഈ ചേച്ചി ചുമ്മാ കള്ള പറയാ. റീഷഫിൾ ചെയ്തേ പറ്റൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല. ഡാഡി ഇനി മേലിൽ എന്നെ കളിക്കാൻ വിളിക്കരുത്. ഹാ മോളങ്ങനെ ഡാഡി ഉടക്കിപ്പോയാലോ? ഗുഡ് മോർണിംഗ് ഫോറസ്റ്റ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്കിളോട് പറ, അങ്കിള് സമാനം ഉണ്ടാക്കാം. ഞാൻ കള്ളക്കളി കളിച്ചെന്ന് ഡാഡിയും ചേച്ചിയും കൂടി പറയുന്നു. ഇവർ രണ്ടുപേരും കൂടിയാ കള്ളക്കളി കളിച്ചത്. ആ ഇപ്പൊ വാതി വെറുതെയായോ? അല്ലെങ്കിൽ ഇവള് ഭയങ്കരിയാ. ആഹാ മോളെ അങ്കിളിനൊരു കാപ്പി എടുക്ക്. നല്ല A1 ടീ, മധുരം കൂടുതൽ കിട്ടും. ഇരിക്കുള്ളേ. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷം? ഒരു നല്ല വിശേഷം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശ്രീദേവിക്ക് ഒരു വിവാഹാലോചനയായിട്ടാണ് എന്റെ ഇന്നത്തെ ഇങ്ങോട്ടുള്ള ആഗമനം. പയ്യൻ സുന്ദരൻ, ഫാക്ടറി ഓണർ. ആളെങ്ങനെയുണ്ട് അങ്കിൾ? സ്മാർട്ട് ആണോ? കല്യാണം നിനക്കല്ല ചേച്ചിക്ക, അവിടെ കഴിഞ്ഞിട്ട് പോരെ നിനക്ക്. കല്യാണക്കാര്യം പറയുന്നത് കേട്ടേ ഇപ്പഴേ നിന്ന് രസിക്കണ്ട. പോ തലവഴിഞ്ഞ്. ആ എങ്ങനെയുണ്ടോ? നമ്മളുമായിട്ട് ഇണങ്ങി പോകുന്ന ആൾക്കാരാണോ? ഇണക്കത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നടന്ന ഇതൊരു നല്ല കാര്യമാണ്. താൻ കേട്ട് കാണും, തിരുവനന്തപുരത്തെ മംഗലത്തെ വിശ്വനാഥ മേനോൻ. ഓഹോ, ഫാക്ടറി സ്വത്തുക്കളൊക്കെയുള്ള വലിയ കുടുംബക്കാരാ. മേനോൻ 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുക, അതുകൊണ്ട് ഇപ്പൊ റെസ്റ്റാ. ഫാക്ടറിക്കാരോട് നോക്കുന്ന മൂത്ത 2 ആമക്കളാ. അതിലിളയവനാണ് പയ്യൻ സുരേഷ്. ആഹാ. പിന്നെ മേനോന്റെ ഭാര്യയോടല്ലോ പത്മാവതി അമ്മ, അവരാണ് ആ കുടുംബത്തിന്റെ ഒരു ഐശ്വര്യം. നല്ല അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഒക്കെ ഉള്ള സ്ത്രീയാ. അത് പറഞ്ഞാൽ ശരിയാവില്ല, താൻ നേരിട്ട് പോയി കാണണം. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, ശ്രീദേവിക്ക് ആ വീട്ടിൽ ചെന്നാൽ യാതൊരു കുറവുണ്ടാവില്ല. തനിക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അവരൊന്ന് പെണ്ണി ഒന്ന് കാണട്ടെ. 93, 94, 95, 96, 97, 98, 99, 100. ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വിള്ളപ്പായ ഞാൻ കമലിനെ പോലെ ആവും. കമലിന്റെ ഡാൻസും മമ്മൂട്ടിയുടെ അഭിനയ ശേഷിയും കൂടെ ഉണ്ടെങ്കിൽ കസറും അല്ലേ ചാലു? ഒരു വാലും കൂടി വെച്ചാ ശരിക്കും കസറും. എടി നീ അങ്ങനെ തന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം നീയും വരും ഒരു ഓട്ടോഗ്രാഫ് എന്റെ ഒപ്പ് വാങ്ങിക്കാൻ. ഓ പിന്നെ ടിങ്കു, Yes, മമ്മി. നീ അവിടെ എന്തെടുക്കുക? ഞാൻ ഇവിടെ എക്സർസൈസ് ചെയ്യാം മമ്മി. ഗുഡ്. കാലത്തെ എക്സർസൈസ് തന്നെ വളരെ നല്ലത് തന്നെ. ആ നീ ഇങ്ങ് വന്നേ. എന്താ മമ്മി? നാളെ സുരേഷിന് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഡാഡിയും രവിയും നീയും കൂടാണ് പോകുന്നത്. അയ്യോ അപ്പൊ സുരേഷ് ഏട്ടൻ വേണ്ടേ? വേണ്ട. പെണ്ണിന്റെ കുടുംബവും ചുറ്റുപാടുകളും അന്വേഷിച്ചറിയുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്ന സമ്പ്രദായമൊക്കെ അന്തസ്സുള്ള കുടുംബങ്ങൾക്ക് യോജിച്ചല്ല. ആ പിന്നെ ഞാൻ നിന്നെ അയക്കുന്ന എന്തിനെന്നറിയോ? പെണ്ണ് കാണാൻ? അല്ല, നിന്റെ
എന്റെ ഡാഡിയോട് ചെല്ലുമ്പോ കൈ കിട്ടുന്ന സ്വീറ്റ്സ് ഒക്കെ വാരി തിന്നും, സിഗരറ്റ് വലിക്കും. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാ. അക്കാര്യം ഞാനേറ്റു. പിന്നൊരു കാര്യം, നീ അവിടെ ചെന്ന് വിഡ്ഢിത്തരങ്ങളൊന്നും വിളിച്ചു പോകരുത്. സോറി മുത്തശ്ശി. ഓ, ഇവിടെ നിന്ന എന്റെ ലൈഫ് സ്പോയിൽ ആയത് തന്നെ. ഒരു സിനിമ നടനാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേരാന്ന് വെച്ചാൽ പൈസയില്ല. ദൈവമേ, ഒരു കൊച്ചു കലാകാരന്റെ കൂമ്പടയുന്നു. ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ഫാഷൻ പരേഡ് നടത്താൻ. ഈ ഏർപ്പാടിന് എന്നെ കിട്ടില്ല. വരുന്നവരുടെ ഓരോ വിഡ്ഢി ചോദ്യങ്ങളും നോട്ടവും. പെണ്ണിന് കോങ്കണ്ണുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ? ഞാനാണെങ്കിലേ ആദ്യം ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ചെറുക്കനെ പാർട്ടിയും വീട്ടിൽ കയറ്റു. കാര്യം വരുമ്പോ നീ അങ്ങനെ ചെയ്താൽ മതി. അതത്രേ ഉള്ളൂ. ഇതാണ് വിശ്വനാഥൻ. നമസ്കാരം. നമസ്കാരം. വന്നാലേ. ഓ, ഇരുന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു? ആ, അസുഖം വന്നേ പിന്നെ ആദ്യമായിട്ടാ ദൂരയാത്ര. ചേച്ചി, അവര് വന്നെന്ന് തോന്നുന്നു. പാർട്ടി എങ്ങനെയുണ്ട് ഞാൻ നോക്കിട്ട് വരാം. നിങ്ങൾ ഫസ്റ്റ് ബെഡോ സെക്കൻഡ് ബെഡോ തേർഡ് ബെഡോ അന്വേഷിച്ചു എനിക്കെന്താ വേണ്ടത്? ഞാൻ കണ്ടിട്ട് നാളെ തിരിച്ചു കൊടുക്കും. അപ്പൊ കണ്ടാ മതി. ഓ, കൽപ്പനയായിരിക്കും. അതെ. ചെറുക്കനെ കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടല്ലേ? അമ്മായി അച്ഛൻ കൊള്ളാം. ഒരു തറവാടിയുടെ എല്ലാ ലക്ഷണമുണ്ട്. പിന്നെ കൂട്ടത്തിൽ കൊള്ളാവുന്നൊരു സ്ത്രീയുണ്ട്. ചേട്ടന്റെ ഭാര്യയാകാനാണ് സാധ്യത. ആ, പിന്നൊരു പൊടിപ്പയനുണ്ട്. അവനെ കണ്ടാൽ അറിയാം ആളൊരു വട്ടുകേസാണെന്ന്. പിന്നെ ചേച്ചിയുടെ കാൻഡിഡേറ്റ് ഒരു മണ്ടൻസ് ലുക്കാണ്. ആ, പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരും. അയ്യോ, ഇത് കേട്ട് ഹാർട്ട് ഫെയിൽ ഒന്നാവണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ചെറുക്കൻ നല്ല റൊമാൻറ്റിക് ഹീറോയെ പോലുണ്ട്. ഒന്ന് ചിരിച്ചേ. അപ്പൊ നമുക്ക് മധുരത്തിൽ ആരംഭിക്കാല്ലേ? ഡാഡിക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാര് പറഞ്ഞു? മമ്മിയുടെ ഓർഡറാ. എനിക്ക് ഷുഗറിന്റെ അല്പം കംപ്ലൈന്റ് ഉണ്ട്. അത് സാരമില്ല, നല്ലൊരു കാര്യത്തിനാവുമ്പോ അല്പം മധുരമൊക്കെ കഴിക്കാം, അല്ലേ ഉള്ളേ? വേണ്ട വേണ്ട, താൻ കിട്ടുന്ന മധുരമൊക്കെ വാരി വലിച്ച് തിന്നാലേ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇപ്പോഴേ എന്നാ വൈകിക്കണ്ട, തിരുവനന്തപുരം വരെ എത്തേണ്ടതല്ലേ. മോളെ വിളിക്ക്. നിന്നോട് ആരാടെ വീട്ടിൽ നോക്കി എഴുന്നേൽക്കാൻ പറഞ്ഞേ? മമ്മി പറഞ്ഞിട്ടോ? മുന്റെ മമ്മി പോട്ടടോ, തന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പത്മാവതി അമ്മ അങ്ങനൊക്കെ പറയുന്നത്. മനുഷ്യനെ നാണം കെടുത്തിയില്ലേ? ഞാൻ ഭാര്യയുടെ അടിമയാണെന്നല്ലേ അദ്ദേഹം കരുതൂ. എടോ, എല്ലാ വലിയ വീടുകളിലെയും ഭർത്താക്കന്മാര് ഭാര്യമാരുടെ അടിമയായിരിക്കും. ഭാര്യയുടെ അടിമയാകുന്നൊരു സുഖമാണെടോ. കല്യാണം കഴിക്കാത്തത് എനിക്ക് എങ്ങനെ അറിയാം? അത് പെൺകുട്ടികളായാൽ ഇങ്ങനെ അടക്കോ ഒതുക്കോ ഒക്കെ വേണം. മോളിരിക്കെ. ആ, ഞാനാണ് സുരേഷിന്റെ അച്ഛൻ. ഇത് അവന്റെ ചേട്ടന്റെ ഭാര്യ ഗീത.
ആ അതെന്റെ ഇളയ സന്തതി ടിങ്കു. പേര് ടിങ്കു എന്നാണെങ്കിലും സ്വഭാവം മങ്കിയുടെയാ. വലിയ സിനിമാ കമ്പക്കാരനാ. ആ ഇത് സുരേഷിന്റെ അനിയൻ രവി, ഡോക്ടറാ. അപ്പൊ ചെറുക്കം വന്നില്ലേ? അല്ല അവൻ വരായിരുന്നു. അപ്പഴാ ഇൻകം ടാക്സിന്റെ പ്രോബ്ലം. ലക്ഷക്കണക്കിന് പോലെ പ്രശ്നം പോകാതിരിക്കാൻ പറ്റുമോ? ഇൻകം ടാക്സിന്റെ പ്രോബ്ലം ഒന്നുമല്ല. ചെറുക്കൻ ആദ്യം പെണ്ണിനെ കാണാൻ പോകുന്നത് അന്തസ്സാടാണെന്നാ മമ്മി പറഞ്ഞത്. അതാ ചേട്ടൻ വരായിരുന്നത്. മതി മതി, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. സംസാരിക്കട്ടെ. ഇവിടുത്തെ തോട്ടത്തിൽ കുറച്ച് നല്ലൊന്നും ചെടികൾ കണ്ടു. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാൻ പോവാം. ആട്ടെ. ആ വന്നാട്ടെ. രവിക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്താ ഡോക്ടർ സാർ വല്ലാതെ വേർക്കുന്നത്? ഭയങ്കര ചൂട്. ഈ സമയത്ത് വേർക്കേണ്ട ചേച്ചിയാ. അല്ല, ഒന്നും ചോദിക്കാനില്ലേ? ഏതുവരെ പഠിച്ചു? എന്നെ ഏതാ സബ്ജക്ട്? മലയാളം. ഏത് കോളേജിലാണ് പഠിച്ചത്? സെയിന്റ്. സോറി മാഡം, നിങ്ങൾ എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ? ചേച്ചിക്കും കൂടെ എന്തെങ്കിലും പറയാനൊരു അവസരം കൊടുത്തൂടെ? നിങ്ങൾ മണവളം ചെറുക്കിന് ഡെമ്മിയായിട്ടല്ലേ വന്നത്? അപ്പൊ പിന്നെ ഞാനും ചേച്ചിയുടെ ഡെമ്മി വന്നാൽ എന്താ തെറ്റ്? എന്തെങ്കിലും ഉച്ചത്തിൽ ചിരിക്കുന്നത്? എന്താ ചിരിച്ചൂടെ? ചിരിക്കാം. ഏതായാലും പെണ്ണ് കാണാൻ മമ്മി വരാതിരുന്ന ഭാഗ്യം. എങ്കിലും ഈ ആലോചന വലുതുകാലം വെച്ച് കയറുമ്പോഴേ എല്ലാവരോടും അകത്തോട്ട് വരാൻ പറ. അല്ലേ? ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാന്നല്ലേ? ഇല്ല, ശാലിനോട് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് എവിടെയാണിപ്പോ? പോയി കാണും. സാധാരണയായിട്ട് അവൾ ഇവിടെയാണ് കിടക്കാറ്. അല്ല, ഇനി മുതൽ അത് പറ്റില്ലല്ലോ. എന്താ ഞാൻ പറഞ്ഞത് ഒരു റിയാക്ഷനും ഇല്ലേ? നാണമായിരിക്കും. ആഹാ, നീ ഇവിടെ വന്ന് വെച്ചിരിക്കായിരുന്നു. കള്ള പാതാണി. മോള് വാ, നിന്നെ അപ്പുറത്തോട്ടേ കിടത്താം. വേണ്ട വേണ്ട, ആന്റിയുടെ മുറി ഇതാണ്. മുറി മാറി കിടന്ന ആന്റിക്ക് ഉറക്കം വരത്തില്ല. അയ്യോ, മോളിവിടെ ഉണ്ടോ? അയ്യോ ഉണ്ടതാ. ആഹാ, നീ ഇവിടെ വന്നിരിക്കണോ? ഞാൻ മോളെ ഒന്നിലൂടെ കിടക്കാം. ഞാൻ ഇവിടെ കിടന്നാലോ മമ്മി? വരുന്നുണ്ടോ അതോ മുത്തശ്ശി വിളിക്കണോ? അയ്യോ വേണ്ട, എന്നാ വാ. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ് അങ്കിൾ. ഓ ചേട്ടത്തി, ഇവിടെ പ്രത്യേകം നോക്കണേ. മോളെന്താ വീട്ടിരിക്കുന്നത്? ഉറങ്ങാറായില്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല രവി,
ഒന്നുമില്ലാതെ നീ ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കില്ലെന്ന് ഡാഡിക്ക് അറിഞ്ഞൂടെ? ഡാഡി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ? അതെ. എന്നിട്ട് ഇതുവരെ ചേച്ചിക്ക് ഒന്നിങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. എനിക്ക് ചേച്ചി ഇല്ലാതെ ബോറടിക്കുന്നു ഡാഡി. വിവാഹം കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് മോളെ. അവർക്ക് ഭർത്താവായി, അവരുടെ കാര്യങ്ങളായി. നിന്റെ വിവാഹം കഴിയുമ്പോഴേ നിനക്ക് മനസ്സിലാവും. മോൾക്ക് ശ്രീദേവിയെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വരെ ഒന്ന് പോയിട്ട് വാ. അവളുടെ വിശേഷങ്ങളും അറിയാം. നിനക്കിപ്പോ വെക്കേഷൻ അല്ലേ? കോളേജ് തുറക്കാൻ 2 മാസം ഉണ്ടല്ലോ. ഞാൻ പോയ ഡാഡി ഇവിടെ ഒറ്റയ്ക്ക്. അതിനിവിടെ വേലക്കാരില്ലേ മോളെ? എന്ന് ഞാൻ പോട്ടെ ഡാഡി. നാളെ ഞായറാഴ്ചയല്ലേ? കാലത്ത് വണ്ടിക്ക് തന്നെ പോയിക്കോ. മോള് വരുന്നുണ്ടോന്നുള്ള വിവരത്തിന് ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയാം. വേണ്ട വേണ്ട, ഫോൺ ചെയ്തൊന്നും പറയണ്ട. ഞാൻ ചെല്ലുന്നത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ.